സാർ, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലും ചൈന ഒരു തുറമുഖം തുടങ്ങി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു ഭീഷണിയല്ലേ? അതെ. അമേരിക്കയുടെ നിരീക്ഷകർ, അമേരിക്കയിൽ നിന്നുള്ളവർ കരുതുന്നത് അതങ്ങനെ തന്നെയാണ്. കാരണം ലാറ്റിൻ അമേരിക്കയിൽ ആദ്യമായിട്ടാണ് ചൈനയ്ക്കൊരു ഫുട് ഹോൾഡ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ പോയി ചൈന നേരിട്ട് ആധിപത്യത്തിന് തുടക്കം അല്ലേ? കാരണം ഒരു തുറമുഖം എന്ന് പറഞ്ഞാൽ ഡുവൽ യൂസാണ്. ചരക്ക് കയറ്റിറക്കിന് മാത്രമല്ല, യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ആയുധം, ഒരു താവളം, സൈനിക താവളം കൂടിയാണ് ഒരു തുറമുഖം. അപ്പോൾ അത് സൈനിക താവളം, ചൈനയുടെ സൈനിക താവളം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള മട്ടിൽ തന്നെയാണ് റിപ്പോർട്ടുകളിലൊക്കെ വന്നിരിക്കുന്നതും കാണുന്നതും. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഷീ ജിൻപിങ് പെറുവിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ലിമയിൽ പോയിട്ട്, ഈ തുറമുഖം നിൽക്കുന്ന സ്ഥലത്ത് പോയില്ല, കുറച്ചിപ്പുറത്ത് മാറി നിന്ന് വീഡിയോ കോൺഫറൻസിങ് വഴിയാണ് ഉദ്ഘാടനം ചെയ്തത് ഈ പെറുവിലെ തുറമുഖം. അപ്പോൾ ഇത് പെറുവിൻ്റെ പ്രസിഡന്റ് ധുവ ബൊലുവാർത്തെ, അദ്ദേഹം ഷീ ജിൻപിങ്ങും കൂടി വ്യാഴാഴ്ച ആണ് ഈ വലിയ തുറമുഖമാണ് ഉദ്ഘാടനം ചെയ്തത്. ചാൻ കെ എന്ന് പറയുന്ന സ്ഥലത്താണ് തുറമുഖം. $3.6 ബില്യൺ ആണ് അതിൽ നിക്ഷേപം വന്നിരിക്കുന്നത്. 30,411 കോടി രൂപ നമ്മുടെ കറൻസിയിലേക്ക് 30,000 കോടി രൂപ ആണ് അതിൽ നിക്ഷേപം വന്നിരിക്കുന്നത്. 30 വർഷത്തെ കരാർ ആണ്. അപ്പോൾ ചൈനയിൽ നിന്ന് ശാന്തസമുദ്രം വഴി ലാറ്റിൻ അമേരിക്കയിലേക്ക് നേരിട്ടുള്ള പാത കിട്ടുകയാണ് ചൈനയ്ക്ക്. ഏഷ്യ പസഫിക്കിൽ ഈ സഹകരണ ഫോറം, അതിൻ്റെ ഉച്ചകോടി, അതിന് തൊട്ട് മുമ്പാണ് അത് ഷീ ജിൻപിങ് അവസാനമായി ബൈഡനെ അമേരിക്കയിൽ കാണുന്നതിന് മുമ്പ്, ട്രംപ് പ്രസിഡന്റ് പദം ഏൽക്കുന്നതിന് തൊട്ട് മുമ്പ്, ഇതെല്ലാം സമയം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, പേടിപ്പിക്കാൻ വേണ്ടി. ലാറ്റിൻ അമേരിക്കയിൽ ചൈനയ്ക്ക് തുറമുഖം വന്നിരിക്കുന്നത്. അപ്പോൾ ലാറ്റിൻ അമേരിക്ക ഇതിനു മുമ്പ് ഈ ചൈനയൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് അമേരിക്കയുമായി മാത്രം ആണ് കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ അത് തന്നെയാണല്ലോ എളുപ്പം ചെയ്യാനുമൊക്കെ. വേറെ ഏതോ ഏഷ്യയിൽ കിടക്കുന്ന ഒരു രാജ്യമായിട്ട് കച്ചവടമൊന്നും വേണ്ടല്ലോ ലാറ്റിൻ അമേരിക്കയ്ക്കും പെറുവിനും. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പൊതുവെ അമേരിക്കയുമായിട്ടാണ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. അതിന് മാറ്റവും വരികയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പെറു ഇനി ചൈനയുടെ ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങൾക്കും ഒരു കച്ചവട ഹബ്ബ് ആയിട്ട് മാറുകയാണ് പെറു. ഈ ഉദ്ഘാടനം നടക്കുന്ന വ്യാഴാഴ്ച പെറുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രം എൽ പെറുവാനോ, ആ പത്രത്തിൽ മുഖപ്രസംഗം സിയുടേതായിരുന്നു. സാധാരണ പത്രങ്ങളിൽ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനമൊക്കെ അല്ലേ വരിക, ഷീ ജിൻപിങ് എന്ന് പറഞ്ഞിട്ട്. ഇത് മുഖപ്രസംഗം ഷീയുടെ പേരിലാണ്. അപ്പോൾ ആ ബന്ധത്തിൻ്റെ ആഴവും ദൃഢതയും വ്യക്തമാക്കുന്നതാണ്. ഞാനിത് പലതവണ നോക്കിയതാ, മുഖപ്രസംഗം തന്നെയാണോ എന്നുള്ളത്. അങ്ങനെയാണ് റിപ്പോർട്ടുകളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ലിമയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിങ് വഴിയാണ് തുടർന്നത്. 50 മൈലുണ്ട് ലിമയിൽ നിന്ന് ഈ ചാൻ കെ എന്ന് പറയുന്ന തുറമുഖത്തേക്ക്, 50 മൈൽ വടക്കോട്ട്. ആ യാത്ര ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ സുരക്ഷാ കാരണങ്ങളാലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിക്ക് ജീവന് ഭീഷണിയും ഈ വിഷയത്തിലുണ്ട് എന്ന് ഷീക്ക് വിവരം കിട്ടിയിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് സ്ഥലത്ത് പോകാതെ, ലിമ വരെ പോയെങ്കിൽ ആ സ്ഥലത്തേക്ക് ഒരു 50 കിലോമീറ്ററും 50 മൈലും കൂടി പോയി ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെയ്തില്ല. അപ്പോൾ ഈ അമേരിക്കൻ ഭൂഖണ്ഡത്തെ ഏഷ്യയുമായി ബന്ധിപ്പിക്കുകയാണ് ഇനി ഈ പെറുവിലെ തുറമുഖം. 8,000 പേർക്ക് ജോലി കിട്ടും. ഒരു വർഷം $4.5 ബില്യൺ കച്ചവടം നടക്കും. 38,000 കോടി രൂപ
ആണ് നമ്മുടെ കറൻസി അടിച്ചിട്ട് ഈ കച്ചവടം നടക്കുന്നത് ഒരു വർഷം. ആഴക്കടൽ തുറമുഖം ആണ്. അതിൻ്റെ പണിയിൽ മുഴുവൻ ചൈന കമ്പനികളാണ്. കരാറുമൊക്കെ ചൈന കമ്പനികൾക്കായിരുന്നു, അല്ലാതെ അമേരിക്കൻ കമ്പനിക്കൊന്നും കരാറൊന്നും കൊടുത്തിട്ടില്ല. വിശ്വാസം ഉണ്ടാവില്ലല്ലോ. ചൈനയുടെ ഷിപ്പിംഗ് ഭീമൻ കോസ്കോ ആണ് ഇതിൻ്റെ മൊത്തം ഓപ്പറേഷൻ നടത്തുന്നത്. കോസ്കോ എന്ന് പറഞ്ഞ ചൈനീസ് കമ്പനി. 2019 ഈ കമ്പനി 1.3 ബില്യൺ ഈ തുറമുഖത്ത് നിക്ഷേപിച്ചിരുന്നു. 60% ഓഹരി തുറമുഖത്തിൻ്റെ ഈ കോസ്കോ എന്ന് പറഞ്ഞ കമ്പനിക്കാണ്. ആദ്യഘട്ടത്തിൽ ചെറിയ കപ്പലുകളാണ് വരുന്നത്. പിന്നെ ഷാങ്ഹായ് ഷെൻഗുവ ഹെവി ഇൻഡസ്ട്രീസ് ആണ് ക്രെയിനുകളൊക്കെ സപ്ലൈ ചെയ്തിരിക്കുന്നത് തുറമുഖത്തിന്. ഈ കമ്പനി അമേരിക്കൻ കോൺഗ്രസിൻ്റെ അന്വേഷണത്തിൽ അമേരിക്കൻ തുറമുഖങ്ങൾക്ക് ഭീഷണിയാണെന്ന് കണ്ടെത്തിയിരുന്നതാണ്. അമേരിക്കൻ കോൺഗ്രസ് അങ്ങനെ ഈ കമ്പനിക്കെതിരെ അന്വേഷണ റിപ്പോർട്ടൊക്കെ പുറത്തു വിട്ടപ്പോൾ കുറച്ച് കാലം ഒരു തടസ്സം പെറുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പിന്നെ അത് ഇല്ലാതായി. ചരക്ക് കൈകാര്യം ചെയ്യുന്നത് ഈ തുറമുഖത്ത് ഈ ഇലക്ട്രിക് ഈ ഡ്രൈവർ ഇല്ലാത്ത ട്രക്കുകളായിരിക്കും. ഡ്രൈവർ രഹിത ട്രക്കുകൾ, ഇലക്ട്രിക് ട്രക്കുകളാണ് ചരക്ക് ഒരു സ്ഥലത്തെടുത്ത് കണ്ടെയ്നർ ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ഗുഡ്സും കണ്ടെയ്നറും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെ ഒരു തരം റോബോട്ടിക് സംവിധാനം പോലെയാണ് നടക്കുക. ഈ സ്ഥലം ചൈനയുടെ യുദ്ധക്കപ്പലുകൾക്ക് താവളമാകും എന്ന് ഇപ്പം സംശയമുണ്ട്. ഫിനാൻഷ്യൽ ടൈംസിൽ ഈ അമേരിക്കയുടെ തെക്കൻ കമാൻഡിൻ്റെ ഇതിന് തൊട്ട് മുമ്പ് ചീഫായിരുന്ന അമേരിക്കൻ തെക്കൻ കമാൻഡിൻ്റെ മേധാവി ജനറൽ ലോറ റിച്ചാർഡ്സൺ ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് യുദ്ധക്കപ്പലുകൾക്ക് താവളമാവും, ഉറപ്പാണ്. ചൈനയുടെ നേവി കപ്പലുകൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കവിടെ കാണാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ മുൻ മേധാവി. ലാറ്റിൻ അമേരിക്കയിലെ താല്പര്യം ഈ ഒരുപാട് ഭൂവിഭവങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ ഉള്ള സ്ഥലമാണ്. അതിൻ്റെ ഖനനം മാത്രമൊന്നുമല്ല. ചൈനയുടെ താല്പര്യം നിരീക്ഷണം, അമേരിക്കയുടെ മുകളിലുള്ള നിരീക്ഷണം, അത് താല്പര്യമാണ്. ചൈനീസ് ഉപഗ്രഹങ്ങൾക്ക് ഭൗമ കേന്ദ്രങ്ങൾ ഇനി പെറുവിലുണ്ടാകാനും സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ എടുക്കുക, രഹസ്യ കേന്ദ്രങ്ങളുടെയൊക്കെ എടുക്കുക, അതൊക്കെ ചെയ്യും. അപ്പോൾ ഈ ചൈന ആൻഡ് ഏഷ്യ പസഫിക് സ്റ്റഡീസ്, ഈ പസഫിക് യൂണിവേഴ്സിറ്റി ലിമ, പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിലൊരു പസഫിക് യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ പസഫിക് യൂണിവേഴ്സിറ്റിയിൽ ചൈനീസ് പഠന കേന്ദ്രമുണ്ട്. അപ്പോൾ പെറുവിലിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി, ചൈനീസ് പഠന കേന്ദ്രമൊക്കെ ആയി. അവിടുത്തെ റിസർച്ചർ ലിയോലിനി ഡുവാർദോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബഹളത്തിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. ആർക്കും ചരക്കൊക്കെ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം പെറുവിനുണ്ട്. അതുകൊണ്ട് വലിയ ബഹളമൊന്നും വെക്കണ്ട എന്നാണ്. ശരിക്കും ചൈനയുടെ പിടിയിലായി. നേപ്പാളിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ നേപ്പാളിലും ഇതുപോലെ ചൈന കേന്ദ്രങ്ങളും അക്കാഡമിക്സും പ്രൊഫസർമാരും ചൈനീസ് കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ചൈനീസ് സൗഹൃദ ഫോറം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നേപ്പാളിൽ. അപ്പോൾ നേപ്പാളിൽ ഏതാണ്ട് ചൈനയുടെ പിടിയിലായതുപോലെ പെറുവിലും ഇപ്പോൾ പസഫിക് യൂണിവേഴ്സിറ്റിയിൽ ചൈനീസ് സ്റ്റഡീസ് വിഭാഗമുണ്ട് എന്ന് പറയുന്ന പോലെ JNUവിലും ഇങ്ങനെയൊക്കെ പലതും ഉണ്ടല്ലോ. പൂർത്തിയായാൽ 15 ഡോക്കുകളുണ്ടാവും. 10-20 ദിവസം ഈ ചരക്ക് ഗതാഗതത്തിൽ കുറവ് വരും എന്ന് കണക്കാക്കുന്നു. അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കൂടുതൽ ചൈനീസ് കമ്പനികൾ, ലാറ്റിൻ അമേരിക്കയിൽ കൂടുതൽ ചൈനീസ് കമ്പനികൾ വരും ഇനി, അതുറപ്പാണ്. ഈ ചൈനീസ് കാർ ജയൻറ്റ് BYD അവർ പെറുവിൽ അസംബ്ലി പ്ലാന്റ് തുടങ്ങും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ ചൈനയുടെ BRI, ബിൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, അവരുടെ 40 ഏർപ്പാടുകൾ പെറുവിൽ ചെയ്യുന്നുണ്ട്. അല്ലല്ല, BRIയുടെ 40 തുറമുഖങ്ങൾ
പല ഭാഗത്ത് ആയിട്ട് രാജ്യാന്തര തലത്തിലുണ്ട്, ആഗോള തലത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 40 തുറമുഖങ്ങളുണ്ട്. നമുക്ക് ഏതാനും എണ്ണം ഉള്ളൂ ഇന്ത്യക്ക്. ഇപ്പോൾ മൊറീഷ്യസിലൊരെണ്ണമുണ്ട്, ബംഗ്ലാദേശിൽ മംഗള തുറമുഖം. പക്ഷെ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ഇപ്പോൾ അനുകൂലം അല്ലല്ലോ, മാറി വരും. അപ്പോൾ ഇവർക്ക് 40 എണ്ണമുണ്ട്. ചൈനയ്ക്ക് 1 ട്രില്യൺ ആണ് 2013 തുടങ്ങിയ BRI പദ്ധതി എന്ന് പറയുന്നത്. പല രാജ്യങ്ങളിലും പോയി അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഉണ്ടാക്കി കൊടുത്തിട്ട് കടക്കണിയിലാക്കുക എന്നുള്ളതാണ്. ചൈന മുതൽ നമ്മുടെ മാൽദീവ്സ് ഇല്ലേ, മാലദ്വീപും ഒക്കെ ഇതിൽ പെടും. ഇന്ത്യ അതിൽ പെട്ടില്ല. ഇന്ത്യയോടും അപേക്ഷയൊക്കെ ഉണ്ടായിരുന്നു BRI പദ്ധതി. നമ്മുടെ POK ഇല്ലേ, പാക് അധിനിവേശ കശ്മീർ, അവിടെ ഉണ്ട്. അപ്പോൾ പെറുവിൻ്റെ വലിയ കച്ചവട സഹകരണ രാജ്യമാണിപ്പോൾ ചൈന. അമേരിക്കയേക്കാൾ ചൈനയാണ്. കഴിഞ്ഞ കൊല്ലം $36 ബില്യൺ കച്ചവടം ചൈനയും പെറുവും തമ്മിൽ നടന്നിട്ടുണ്ട്. അമേരിക്കയുമായിട്ട് $21 ബില്യൺ കച്ചവടമേ പെറുവിന് നടന്നിട്ടുള്ളൂ. അതിനേക്കാൾ $15 ബില്യൺ ചൈനയുമായിട്ട് കൂടുതലാണ്. ശരിക്കും ചൈനയുടെ ഒരു ഉപഗ്രഹ രാജ്യം പോലെ ആയിരിക്കുന്നു പെറു, ലാറ്റിൻ അമേരിക്ക. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് സ്വാഭാവികമായിട്ടും ഈ ഷീ ജിൻപിങ്ങിനോട് അത്ര വലിയ താല്പര്യമില്ല, അല്ലെ ചൈനയോട് താല്പര്യമില്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു താല്പര്യം ഇന്ത്യയോട് വരികയും ചെയ്യും. അപ്പോൾ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ചൈന വേണമെങ്കിൽ ഒരു പ്രതിരോധ സംവിധാനം എന്ന നിലയിൽ ലാറ്റിൻ അമേരിക്കയിലൂടെ ഒരു കടന്നുകയറ്റം നടത്തുന്നു എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിച്ചുകൂടെ? അല്ല, ചൈനയുടെ നമ്മൾ ശരിക്കും വായിക്കുകയാണെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റ് ഇൻട്രസ്റ്റൊക്കെ അവർ അമേരിക്കയിൽ പല പ്രവിശ്യകളിലും സ്വന്തമായ നിയമങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ പല സ്ഥലത്തും അമേരിക്കൻ കമ്പനികളോ ചൈനീസ് കമ്പനികളോ ചൈനീസ് പേരുള്ള ആളുകളോ ചൈനീസ് നാമധാരികൾ ഒക്കെ ഒരുപാട് സ്ഥലം വാങ്ങിച്ചു കൂട്ടുന്നതൊക്കെ ആയിട്ട് വാർത്തകളിലൊക്കെ വന്നിരുന്നു, അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്നത് പോലെ. ഇപ്പോൾ ഇന്ത്യയിലെ പല കമ്പനികളിലും ഈ ആലിബാബ, ടെൻസെൻസ് എന്നൊക്കെ പറഞ്ഞ ചൈനീസ് ഭീമന്മാര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ മാളുകളിലൊക്കെ. അത് ഈ ഗാൽവാൻ യുദ്ധം സംഘർഷം വന്നല്ലോ, ആ സമയത്താണ് നമ്മൾ ഇതൊക്കെ തേടിപ്പിടിച്ച് അവസാനിപ്പിക്കുന്നത്. ഇന്ത്യ ചൈനീസ് ആപ്പുകളൊക്കെ നിരോധിക്കുന്നു. അത് ഗാൽവാൻ അങ്ങനെ ഒരു ശാപം ഉപകാരം എന്നുള്ള മട്ടിൽ വന്നു. അമേരിക്കയിൽ ഞാൻ റിപ്പോർട്ടുകൾ വായിക്കാറുണ്ട്, പല സ്ഥലങ്ങളും മേടിച്ച് കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഒരുപാട് കയറ്റുമതി അമേരിക്കയിലേക്കൊക്കെ. അമേരിക്കയിൽ ഇപ്പോൾ കോവിഡ് വന്നതും ഒക്കെ ചൈന കാരണമാണ്, കയറ്റി വെച്ചതാണ് എന്നൊക്കെ ആരോപണങ്ങളുണ്ടല്ലോ. അതുപോലെ മാംസ കയറ്റുമതി ധാരാളം ചൈനയിൽ നിന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വേറെ റിപ്പോർട്ടുകൾ വരാറുണ്ട്. ചൈനയോട് വിരോധമുണ്ട്, പക്ഷെ ചൈന ഒരുപാട് കമ്പനികൾ അമേരിക്കയിൽ വാങ്ങിച്ചിട്ടുണ്ട്, ഈ ജനറൽ ഇലക്ട്രിക് ഒക്കെ പോലെ. അപ്പോൾ അമേരിക്ക കുറച്ചുകൂടി സ്വതന്ത്ര രാജ്യമാണല്ലോ. നമ്മളെപ്പോലെ അങ്ങനെ കയറി ബാൻ ചെയ്തിട്ടൊന്നുമില്ല, കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചൈന അതേസമയം ഒരുപാട് ചൈനീസ് കമ്പനികളെ ഉപരോധത്തിൽ പെടുത്തിയിട്ടുണ്ട് ഈ ഭീഷണി കാരണം. അത് പ്രത്യേകിച്ച് ഈ സെമി കണ്ടക്ടർ മേഖലയിലോ, കാരണം അവിടെ തൈവാനും ചൈനയ്ക്കൊക്കെയാണ്. തൈവാൻ പിന്നെ ഇതിലൊരു സെമി കണ്ടക്ടർ കാര്യത്തിലൊരു വലിയ സൗത്ത് കൊറിയയും, അപ്പൊ തൈവാനെ കൂടെ നിർത്തുന്നുണ്ട്. എന്തായാലും ചൈനയുടെ നീക്കമൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.